7 കിലോമീറ്റർ നീളവും 3500 അടി ഉയരവുമുള്ളതാണ് കൂനിച്ചി കൊണ്ടകെട്ടി മലനിരകൾ. നെയ്യാർ ഡാമിലേക്കുള്ള 3-ഉം ചിറ്റാർ ഡാമിലേക്കുള്ള 4-ഉം ജലസ്രോതസ്സുകൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. മലനിരയുടെ അപ്പുറത്ത് 2 കിലോമീറ്റർ മാറിയാൽ നെയ്യാർ വന്യജീവി സങ്കേതമാണ്. ജൈവ വൈവിധ്യം കൊണ്ട് സംരക്ഷിത മേഖലയാണിതെന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന ഈ മലനിരകൾ കാലാവസ്ഥാ സംരക്ഷണത്തിലും ഏറെ പ്രാധാന്യം വഹിക്കുന്നു. പരിസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം, കൃഷിയെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ ബാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ പൊടിപടലങ്ങൾ നമ്മുടെ ഈ ചെടികളിലൊക്കെ നിറഞ്ഞു നിന്നിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോസിന്തസിസ് നടക്കാതെ വരികയും അങ്ങനെ തന്നെ ഈ ചെടികളൊക്കെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ കൃഷി ഇറക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ വെള്ളം ഇല്ലാത്തൊരവസ്ഥ വരും. വികസനത്തിന്റെ പേരിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ ഖനനാനുമതി നൽകുന്നവർ ഇത്തരം കാര്യങ്ങൾ പക്ഷേ പരിഗണിക്കുന്നില്ല. 37 ക്വാറികളാണ് നിലവിൽ വെള്ളാർട പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. പൊതുലേലമില്ലാതെയാണ് ക്വാറികൾ പാട്ടത്തിന് നൽകുന്നത്. എത്ര പാറ പൊട്ടിക്കുന്നുവെന്നോ പ്രത്യാഘാതം എന്താണെന്നോ പിന്നീട് ആരും അന്വേഷിക്കില്ല. കുടിവെള്ളം വറ്റുമ്പോൾ മാത്രമാണ് പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി അന്വേഷിക്കുക. ക്യാമറാമാൻ ഗിരീഷ് കുമാറിനൊപ്പം ശാലിനി ദാസ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.